ചാനൽ. അപ്പൊ ഗായ്സ് ഇന്ന് രണ്ടാം പെരുന്നാളല്ലേ? പെരുന്നാൾ രണ്ടായി അല്ലേ? സത്യം പറഞ്ഞ ഒന്നാം പെരുന്നാൾക്ക് രണ്ടാക്കും നല്ല പനി. കാര്യമായിട്ട് ഒന്നും നടന്നില്ല. പെരുന്നാൾ ഉണ്ടായിട്ടില്ല അല്ലേ? എനിക്ക് കാര്യമായിട്ട് പള്ളിക്കൊക്കെ മാത്രമേ നടന്നിട്ടുള്ളൂ. പള്ളിക്ക് അന്ന് ജുമയായിരുന്നു, പിന്നെ നമസ്കാരമായിരുന്നു, രണ്ടും പോയി. പിന്നെ ഫുള്ള് ഉറക്കം, ഭയങ്കര പനി. അതുപോലെ ഇന്നത്തെ പെരുന്നാൾ നമ്മൾ അടിച്ച് പൊളിക്കുന്നവരാണ്. സത്യം പറഞ്ഞ പെരുന്നാളല്ല, ഈ വലിയൊരുന്നാൾക്ക് ശരിക്കും ഒരു പെരുന്നാളുള്ളൂ, പിന്നെ ഫുള്ള് ആടുന്നൽമാണ്. അപ്പൊ ഏതായാലും നമ്മളെല്ലാവരും രണ്ടാമത് പറഞ്ഞോണ്ട് അപ്പൊ നമ്മളിന്ന് ഫാമിലിന്റെ ഇതുണ്ട്, പേരുണ്ട് ഇമ്മാന്റെ പാലം ഫാമിലി എന്നാണ് നമ്മളവിടെ പറയാ. അപ്പൊ പാലം ഫാമിലിന്റെ പെരുന്നാളാഘോഷാണ് ഇന്ന് അല്ലെ? അമ്മോന്റെ വീട്ടിലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പുറത്താണ്, ഇവിടെ പുറത്തെന്നൊക്കെ പറയുന്നുണ്ട്. പോയ കേട്ടെ, നമുക്ക് അറിയില്ല, സ്ഥലം ഒന്നും അറിയില്ല. ലൊക്കേഷൻ എടുക്കാൻ പോയിട്ടുണ്ടല്ലേ? അപ്പൊ എല്ലാരും ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്തന്മാരെ മക്കള്, പേരമക്കള്, അങ്ങനെ എല്ലാ സാധനഗിരികളും ഉണ്ടാവാനാണ് സാധ്യത. വീട്ടിൽ പോയിട്ട് ഷാനുവിനെ അച്ഛനും എടുക്കണം. പിന്നെ ഇമ്മ ഡ്യൂട്ടിക്ക് പോയതാണ്. അപ്പൊ ഇമ്മക്ക് വൈക്കുന്ന ഇമ്മനെ പിക്ക് ചെയ്യണം. നമ്മള് അച്ഛനും ഷാനുവിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എത്താൽ ചാനത്തോണ്ട് തോർത്തുകൊണ്ടൊക്കെ അച്ചു ഇമ്മച്ചി നമ്മളിപ്പോ ഇവിടെ എത്തിട്ടോ, കക്കാടെത്തി. ഇമ്മാനെടുക്കണം. എനിക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഗായ്സ് നമ്മളിപ്പോ എവിടെ എത്തിയാപ്പോ നമ്മളോടെത്താനായി. സ്ഥലത്തിന്റെ പേര് എനിക്കറിയില്ല. അപ്പൊ ഇമ്മാനെ നമ്മൾ എടുത്ത് എല്ലാരും വണ്ടി കയറ്റി പെരുന്നാളൊക്കെ പണിയത് കാട്ടിലെ വെച്ചിട്ട് അടച്ചോരെ എവിടെ വെച്ചിക്കണോ ബാക്കിലാക്കണോ കാജു പുജങ്ങാടിക്കാര് ബാക്കിലുണ്ട്. ബാക്കിലാണ്, നമ്മളെ ബാക്കിലാണ് എല്ലാരും ഫുള്ള് വണ്ടികളൊക്കെ വരാം. നമ്മളവിടെ എത്തിയിട്ടോ അല്ലേ? ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ആ ഭാഗത്തും പോയാ ഈ ഇതെന്ത് സംഭവം? തോട പോയേ. സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് ഇവിടെ പാലം ഫാമിലി മൊത്തം എല്ലാരും ഉണ്ടല്ലോ. രാജാ വൈബ പോലെ എല്ലാരും ഉണ്ടല്ലോ. ആൺസംഖ്യ കുറവാണല്ലോ എല്ലാത്തിനും. എന്താണ് ലംഘികളൊക്കെ പാടി സൈജാന ഔട്ട്ഫിറ്റ് ഒക്കെ അടിപൊളിയാണല്ലോ. ഞാനോ എന്താണ് ഇവിടെ വാരിയാണല്ലോ. അപ്പൊ ഗൈസ് ചോറിട്ടി. മട്ടൻ എപ്പോഴും ചിക്കൻ അല്ലേ? മാറ്റിയെടുത്തു. സോറി, ഏതാണ് മട്ടന്റെ പേര് മാറി. ഫുഡൊക്കെ തുടങ്ങിട്ടോ. മൊത്തം നമ്മളെ കണ്ടത് മാനിയായിട്ടാ. കുഞ്ഞോട്ടാണ് ലാസ്റ്റത്തെ കുട്ടം ഫുള്ളായി കിട്ട് കഴിക്കട്ടെ എന്തിലോ. ഇഷ്ടം പോലെ കുക്കാണ്ടൊക്കെ അതൊക്കെ അടിയില് പൊട്ടിച്ച് അതാക്കും. ഓടാ അന്ന ഞാൻ പൊട്ടിക്കടാ, പടക്കത്തിന്റെ വലിപ്പമുള്ളൂ അവന്. ഗൈസ് എല്ലാരും ഫുഡ് കഴിക്കും. ഇതാരാണ്?
നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നീക്ക് ശ്രദ്ധിക്കേ മാണ്ടാണ്ട് മക്കൾക്ക് രണ്ടാക്കും നാണക്കേട്. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാണ്ട് എല്ലാരും കൂടി ഇവിടെ ഈ സ്ഥലത്തിന് എന്തോ ഒരു പേര് പറഞ്ഞല്ലോ, എന്തേന്നു? ന്യൂ കട്ട്. ഓക്കെ. അപ്പൊ ന്യൂ കട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കണം കേട്ടോ. നല്ല വെയിലാണ്, പക്ഷെ നല്ല വ്യൂ ഉണ്ട്. എടാ മീനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ரொம்ப വെയിൽ. മാളു ബാക്കിലായാ ഉപ്പിലിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് നീ പോകണം, എന്താ സംഭവം എന്നറിയില്ല. ഹലോ ഡാ അത് ഞാൻ മൈൻഡൊന്നും ചെയ്യൂല. എന്താ അവൻ്റെ ഹെയർ സ്റ്റൈലേ. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് നടക്കുന്നില്ല, എല്ലാവരും കൊയഞ്ഞൊരു ഭാഗത്തായി. ഒരു കാട്, വന്നവരൊന്നും കാണുന്നില്ല മുന്നിൽ. അവിടെ ഇവിടെയൊക്കെ തട്ടം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണാവോ. ഞങ്ങൾ എന്തായാലും നല്ല സേഫായിട്ട് ഈ ഒരു മരത്തമ്മ ഇരുന്നേക്കണേ. എങ്ങോട്ട് നിങ്ങൾ പോയിന്നേ? ഇങ്ങോട്ട് വന്ന എന്തിനാന്നറിയ വീഴാനായിട്ടാണ്. അത് സാറില്ല, അതൊക്കെ ഉണ്ടാവുന്നേ. എടാ നിങ്ങൾ എങ്ങോട്ട് പോയിന്നേ? ഞങ്ങൾ അങ്ങോട്ട് വന്നീന്നല്ലോ. ഞങ്ങൾ അവിടെ കണ്ടില്ല നിങ്ങളെ. ഒന്നും കൂടി ഇതാണോ ആനയാണ് ചേമ്പാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സ്ഥലം. ന്യൂക്കട്ടെന്നൊക്കെ നമ്മള് വെല്ലനെ തടി കഴിച്ചിലാക്കാണ് കേട്ടോ. പെരുമ്പേല്. അപ്പൊ ഗൈസ് ഈ ഒരു വരി എവിടെ ഉണ്ടാവൂല. സെറ്റപ്പും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്.